ആം ആദ്മി പാർട്ടി നേതാവായ അരവിന്ദ് കെജ്രിവാൾ ഡൽഹി മുഖ്യമന്ത്രിയാണ്. ഒരാഴ്ച മുമ്പ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്തു. ഇപ്പോഴും ലോക്കപ്പിൽ തന്നെയാണ്. ലോക്കപ്പ് എന്ന് പറയുന്നത് ഈ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിൻ്റെതായ അറസ്റ്റിലുള്ള നിയന്ത്രണത്തെയാണ് ഉദ്ദേശിക്കുന്നത്. അദ്ദേഹത്തെ തിഹാർ ജയിലിലേക്കൊന്നും മാറ്റിയിട്ടില്ല. ഇനിയും അപ്പീലുകൾ അവശേഷിക്കുന്നുണ്ട്. ഇനി ഒരു ഹൈക്കോടതി അപ്പീൽ ബാക്കിയുണ്ട്. അത് കഴിഞ്ഞാൽ സുപ്രീം കോടതിയിൽ അപ്പീലുണ്ട്. അപ്പോൾ ഇത്തരം ഈ അപ്പീലുകളൊക്കെ തുടരുമ്പോൾ ഏതെങ്കിലും ഒരു സ്റ്റേജിൽ അദ്ദേഹത്തിന് തീർച്ചയായിട്ടും ജാമ്യം കിട്ടുന്നുള്ള കാര്യത്തിന് യാതൊരു സംശയവുമില്ല. അപ്പോൾ പുറത്തിറങ്ങുമ്പോൾ ഉണ്ടാകുന്ന ഒരു രാഷ്ട്രീയ ആവേശമാണ് അങ്ങനെ ഒന്നുണ്ടെങ്കിൽ നമുക്ക് നിരീക്ഷിക്കേണ്ടത്. ഇപ്പോഴത്തെ സാഹചര്യം വിലയിരുത്താൻ പറഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിൽ ദേശീയ തലത്തിൽ ആം ആദ്മി പാർട്ടിക്ക് തിരിച്ചടിയാണ് ഉണ്ടായത്. നമ്മൾ കാണുന്ന പോലെ അരവിന്ദ് കെജ്രിവാളിനെ അറസ്റ്റ് ചെയ്തുകൊണ്ട് ഒരു സഹതാപ തരംഗമൊന്നും ഉത്തരേന്ത്യയിൽ ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. നേരത്തെ തന്നെ ആം ആദ്മി പാർട്ടിയുടെ നേതാവും ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോഡിയ അദ്ദേഹം ദീർഘകാലമായി 9 മാസത്തോളമായി ജയിലിലാണ്. അപ്പോൾ അങ്ങനെ അറസ്റ്റ് ചെയ്യപ്പെട്ട് ആം ആദ്മി പാർട്ടിയിലെ ഒത്തിരി നേതാക്കന്മാർ ജയിലിൽ കിടക്കുമ്പോൾ അതൊരു പുത്തൻ കാര്യമല്ല. മാത്രമല്ല കഴിഞ്ഞ കുറേ മാസങ്ങളായി അഴിമതിയിൽ ഇൻവോൾവ് ചെയ്തു എന്ന് തെളിയിക്കാൻ കേന്ദ്ര ഗവൺമെന്റിന് കഴിഞ്ഞതുകൊണ്ട് ആം ആദ്മി പാർട്ടിയുടെ പരമ്പരാഗതമായ ഒരു ക്രെഡിബിലിറ്റി, വിശ്വാസ്യത നഷ്ടപ്പെട്ടു. അത് ദേശീയ തലത്തിലെ സാഹചര്യമാണ് ഞാനീ പറയുന്നത്, കേരളത്തിലെ സാഹചര്യമല്ല. ദേശീയ തലത്തിൽ സാമ്പ്രദായിക പാർട്ടികൾ, കൺവെൻഷണൽ പാർട്ടീസിന് പൊതുവിൽ അഴിമതി ഉണ്ടെന്നും അതല്ലെങ്കിൽ തിരഞ്ഞെടുപ്പിന് വേണ്ടി സാമ്പത്തിക സഹായം നേടുമെന്നും അത് പലപ്പോഴും കള്ളപ്പണമാണെന്നും ഒക്കെയുള്ള ആക്ഷേപം നമ്മുടെ ചുറ്റുപാടുമൊക്കെ ഉണ്ട്. ആ ആക്ഷേപം നിലനിൽക്കുമ്പോൾ ഈയിടയ്ക്കുണ്ടായ 2 സംഭവ വികാസങ്ങൾ: ഒന്ന്, ഇലക്ട്രൽ ബോണ്ട് വിവാദമാണ്. 2, ആം ആദ്മി പാർട്ടിക്ക് സമീപകാലത്തായി കിട്ടിയ കോൺഗ്രസ് പാർട്ടി തന്നെ ആക്ഷേപിച്ച 150 കോടി രൂപയുടെ ആരോപണം. ഇത് നിലനിൽക്കുകയാണ്, ഈ ആക്ഷേപങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. ഇലക്ട്രൽ ബോണ്ടിനെ സംബന്ധിച്ചിടത്തോളം ആ നിയമത്തിനകത്ത് ഒരുപാട് പാളിച്ചകളുണ്ട്. ആ പാളിച്ചകളാണ് കോടതിക്ക് ആ നിയമത്തെ അസാധുവാക്കാൻ നിർബന്ധിതമായത്. അതേസമയം അത് കള്ളപ്പണമാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ബാങ്കിൽ കൂടി ട്രാൻസ്ഫർ ചെയ്യുന്ന പണത്തിന് ആർക്ക് എപ്പോൾ കൊടുത്തു എന്നുള്ളതിന് തെളിവുള്ളത് കൊണ്ട് അത് ബ്ലാക്ക് മണി അല്ല. പക്ഷെ ബ്ലാക്ക് മണി അല്ല എങ്കിൽ പോലും കമ്പനികൾ ഭരിക്കുന്ന പാർട്ടികൾക്ക് കൊടുക്കുമ്പോൾ, ഇന്ത്യയിലെ പല സംസ്ഥാനങ്ങളിൽ ഭരിക്കുന്ന പാർട്ടിക്കും ദേശീയ തലത്തിൽ ഭരിക്കുന്ന പാർട്ടിക്കും പ്രതിപക്ഷത്ത് നിൽക്കുന്ന പാർട്ടികൾക്കും എല്ലാം ഈ ബോണ്ട് വഴി സംഭാവന നൽകുമ്പോൾ അതിനകത്ത് ആക്ഷേപമുണ്ടാകും, വിമർശനമുണ്ടാകും. കാരണം ആരും വെറുതെ കാശ് കൊടുക്കുകയില്ലല്ലോ. പ്രത്യേകിച്ച് ആഗോളീകരണ കാലത്ത് വ്യവസായ രംഗത്തും വാണിജ്യ രംഗത്തുമെല്ലാം ഗവൺമെന്റിൻ്റെതായ ഒത്തിരി ആനുകൂല്യങ്ങൾ നേടാനായിട്ട് കമ്പനികൾ ഇത്തരം പാർട്ടികൾക്ക് സംഭാവന ചെയ്യുന്നതാണെന്ന് അസ്യൂം ചെയ്യാവുന്നതേ ഉള്ളൂ. ഒരു സാധാരണക്കാരനായ നാട്ടുകാർക്ക് പോലും ഇത് മനസ്സിലാവും. ആ നിലയ്ക്ക് കള്ളപ്പണം അല്ലെങ്കിൽ പോലും ഇലക്ട്രൽ ബോണ്ട് എന്നുള്ള നിയമം അസാധുവാക്കപ്പെട്ടിരിക്കുകയാണ്. ആ നിയമം സൃഷ്ടിച്ചതിലുള്ള അപാകതയാണ്. അതിന് മുമ്പുണ്ടായിരുന്ന പല പ്രശ്നങ്ങളെ മാറ്റാനാണ് ഇത്തരം ഒരു നിയമം കൊണ്ടുവന്നത്. പക്ഷെ അങ്ങനെ കൊണ്ടുവന്നെങ്കിൽ ഈ നിയമത്തിനും ഈ പാർട്ടിക്ക് കിട്ടുന്ന ഫണ്ടുകളെക്കുറിച്ച് ഒരു സുതാര്യത കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടില്ല. ഇത് ഒരു പ്രശ്നം. മറുവശത്ത് ആം ആദ്മി പാർട്ടിയുമായി ബന്ധപ്പെട്ട ആക്ഷേപം നിൽക്കുന്നുണ്ട്. ആം ആദ്മി പാർട്ടിയായിട്ടുള്ള ബന്ധം ഈ ഇവിടെ ചൂണ്ടിക്കാണിക്കപ്പെട്ട അഴിമതി ആരോപണം മാത്രമല്ല, വിദേശത്ത് നിന്ന് അദ്ദേഹത്തിന് സംഭാവനകൾ ലഭിച്ചായ ആക്ഷേപങ്ങളുണ്ട്. പ്രത്യേകിച്ച് കാനഡയിലെ ഒരു ഭീകരവാദി സംഘടന, ഖാലിസ്ഥാൻ ഭീകരവാദി സംഘടന നേതാവ് കുന്യൻ എന്നുള്ള അദ്ദേഹത്തിൻ്റെ സിഖ് നേതാവിൻ്റെ ഈയിടയ്ക്കുണ്ടായ ഒരു വീഡിയോയിൽ അദ്ദേഹം ആം ആദ്മി പാർട്ടിക്ക് സംഭാവന നൽകിയതായി വ്യക്തമായി പറയുന്നുണ്ട്. അത് 150 കോടി രൂപയുടെ സംഭാവന, അതിൻ്റെ സോഴ്സ് എവിടെ നിന്നാണെന്ന് അദ്ദേഹം വിശദീകരിക്കപ്പെട്ടില്ലെങ്കിലും ഒരു തീവ്രവാദി സംഘടനയ്ക്ക് സോഴ്സ് വരുന്നത് മറ്റ് രാജ്യങ്ങളിൽ നിന്നാണെന്ന് ഊഹിക്കാവുന്നതേ ഉള്ളൂ. ആ നിലയ്ക്ക് ഇന്ത്യയുടെ അഖണ്ഡതയെ ചോദ്യം ചെയ്യുന്ന രീതിയിലുള്ള ഒരു സംഭാവനയാണ്. അത്തരമൊരു സംഭാവന ഡൽഹിയിലെ ഭരണകക്ഷിയും അറിയപ്പെടുന്നൊരു ദേശീയ കക്ഷിയുമായ ആം ആദ്മി പാർട്ടിക്ക് സ്വീകരിക്കാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതെനിക്ക് തോന്നുന്നില്ല ഉത്തരേന്ത്യയിൽ അരവിന്ദ് കെജ്രിവാളിന് എന്തെങ്കിലും സഹതാപം ഉണ്ടാക്കുമെന്ന്. നമ്മുടെ കേരള രാഷ്ട്രീയം പോലെ അല്ല ഉത്തരേന്ത്യൻ രാഷ്ട്രീയം കാണുന്നത്. അപ്പോൾ എല്ലാ സാമ്പ്രദായ പാർട്ടികൾക്കും അഴിമതിയിൽ മുങ്ങിക്കുളിക്കാനുള്ള അവസരമുണ്ട്. ആരും മോശമല്ല. പക്ഷേ അഴിമതിക്കെതിരെ സമരം ചെയ്ത് വളർന്നു വന്ന ആം ആദ്മി പാർട്ടി, അവരുടെ തെരഞ്ഞെടുപ്പ് ചിഹ്നം തന്നെ ചൂലാണ്. പക്ഷെ ആ പാർട്ടി തന്നെ അഴിമതിയിൽ കൂടുതൽ മുങ്ങിക്കുളിച്ചിരിക്കുന്നു. അവരുടെ വിശ്വാസ്യത കഴിഞ്ഞ 1 വർഷമായിട്ടെങ്കിലും ചോദ്യം ചെയ്യപ്പെട്ടു. അതിപ്പോൾ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റോടുകൂടി കുറച്ചുകൂടി വിവാദ വിഷയത്തിലെത്തി. സാധാരണ ഡൽഹിയിൽ ഇതൊക്കെ ആ നിലയ്ക്ക് സഹതാപം ഉണ്ടെങ്കിൽ വലിയ പ്രകടനവും ബഹളവും ഒക്കെ ഉണ്ടാകേണ്ടതാണ്. അങ്ങനെ ഒന്നും സംഭവിച്ചിട്ടില്ല. മാത്രമല്ല ഉത്തരേന്ത്യയുടെ മനസ്സിൽ കൺവെൻഷണൽ പാർട്ടീസിലുള്ള അഴിമതിയിൽ ആം ആദ്മി പാർട്ടിയും വ്യത്യസ്തമല്ല
എന്നുള്ളൊരു ചിന്താഗതിയിൽ എത്തുമ്പോൾ ഒരു സ്റ്റാറ്റസ് കോ അവിടെ നിലനിർത്താൻ വഴിയുള്ളൂ. അല്ലാതെ അദ്ദേഹത്തിന് ദേശീയപരമായൊരു സഹതാപ തരംഗം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നില്ല. എന്നാൽ കേരളത്തിലെ സ്ഥിതി അങ്ങനെയല്ല, അത് വ്യത്യസ്തമാണ്. കേരളത്തിൽ ദേശീയ തലത്തിൽ കോൺഗ്രസ് പോലും ആം ആദ്മി പാർട്ടി അന്യായമായ രീതിയിൽ കൂടി സാമ്പത്തിക സഹായം നേടുന്നു എന്ന് പലപ്പോഴും പഞ്ചാബിലെ തെരഞ്ഞെടുപ്പിലും ഗോവയിലെ തെരഞ്ഞെടുപ്പിലും എല്ലാം കോൺഗ്രസ് നേതാക്കന്മാർ ആം ആദ്മി പാർട്ടിയെ ആക്ഷേപിച്ചതിന്റെ തെളിവുകളും വീഡിയോസും ഒക്കെ നമ്മുടെ മുമ്പിലുണ്ട്. അതൊക്കെ നിലനിൽക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിലും ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ NDAയും BJPയെയും നേരിടാനായി ആം ആദ്മി പാർട്ടിയും കോൺഗ്രസും ഒറ്റക്കെട്ടായി വരുമ്പോൾ ആം ആദ്മി പാർട്ടിയെ പിന്തുണയ്ക്കേണ്ട ഒരു സാഹചര്യത്തിലാണ് എത്തിയിരിക്കുന്നത്. ആ സാഹചര്യം ദേശീയ തലത്തിൽ കോൺഗ്രസിന് ഗുണം ചെയ്യുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്. പക്ഷെ സംസ്ഥാന തലത്തിൽ UDF മാത്രമല്ല, കോൺഗ്രസ് മാത്രമല്ല, LDFും തീർച്ചയായിട്ടും ആം ആദ്മി പാർട്ടിയുടെ ഇപ്പോഴത്തെ വിഷമവൃത്തത്തിൽ സഹതപിക്കുന്നവരാണ്. ആ നിലയ്ക്ക് കേരളത്തിൽ അത് NDA BJP വിരുദ്ധ വോട്ടുകൾക്ക് ശക്തി കൂട്ടും. അപ്പൊ കേരളത്തില്, തമിഴ്നാട്ടില്, ദക്ഷിണേന്ത്യയിലെ ആന്ധ്രയില്, തെലുങ്കാനയിലൊക്കെ സ്വാധീനം ചെലുത്തുമെങ്കിലും കർണാടകയിൽ സ്വാധീനം ചെലുത്തുന്നില്ല, വടക്കുള്ള സംസ്ഥാനങ്ങളിൽ ചെലുത്തുന്നില്ല. കേരളത്തിൽ വ്യക്തമായിട്ട് എന്തായാലും ആം ആദ്മി പാർട്ടി നേതാവിനെ, അദ്ദേഹം പാർട്ടി ചെയർമാൻ എന്നുള്ള നിലയിലാണ് അദ്ദേഹത്തിന് അറസ്റ്റ് ചെയ്തത്, മുഖ്യമന്ത്രിയും കൂടിയാണ്. അപ്പോൾ ആ നിലയ്ക്ക് കേരളത്തിൽ അതിലൊരു വികാരം ഉണ്ടാക്കിയിട്ടുണ്ട്. ആന്റി BJP വോട്ടുകൾ സമാഹരിക്കാനോ ഒരുപക്ഷെ ക്രോഡീകരിച്ച് വിജയിക്കാൻ സാധ്യതയുള്ള ഇന്ത്യ മുന്നണിയിലെ ഏതെങ്കിലും ഒരു പാർട്ടിക്കോ ചെന്നെത്താനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ല. അപ്പൊ ആ നിലയ്ക്ക് കേരളത്തിലെ ഇന്ത്യ മുന്നണി രണ്ടായിട്ട് നിൽക്കുന്നുണ്ടെങ്കിലും അവസാന നിമിഷത്തിൽ വോട്ട് ട്രാൻസ്ഫർ വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അതിന് ഒരു മോട്ടിവേറ്റിംഗ് ഫാക്ടറാണ് ഈ ആം ആദ്മി പാർട്ടി നേതാവിന്റെ അറസ്റ്റ്. ആ നിലയ്ക്ക് കേരളത്തിൽ അതിനൊരു പ്രസക്തി ഉണ്ട് എന്ന് നമുക്ക് വിലയിരുത്താം.